ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ്. അതായത് നമ്മളിന്ന് പെരുന്നാളിൽ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ്. പക്ഷേ ഞാൻ തൃശ്ശൂരിൽ നിന്നല്ല ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്നത്. ഞാൻ കോഴിക്കോട് പോവാണ്. എൻ്റെ ഇത്താടെ വീട് അവിടെയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അവിടെ ഒന്നുകൂടി നല്ല കളക്ഷൻസ് കിട്ടും എന്നുള്ള അറിയുന്നതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ റെഡിയായി കഴിഞ്ഞു. ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടതായതുകൊണ്ട് നേരത്തെ തന്നെ റെഡിയായി കഴിഞ്ഞു. ഉപ്പയും ഉമ്മയും ഇനി റെഡി ആവാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം നാളെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് പോയിട്ട് സമയം ഉണ്ടെങ്കിൽ ഇന്ന് പോവും, ഇല്ലെങ്കിൽ നാളെ പോവും. അങ്ങനെ ഞാനാണെങ്കിൽ അലിയാനെ വിളിച്ചിട്ട് ഞാൻ പോവാന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ അവൾക്ക് എക്സാമും ആയിപ്പോയി. ഉപ്പാക്കാണെങ്കിൽ ഇപ്പോഴും മാത്രമേ ഉള്ളൂ ടൈം കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടും പോലും ഉപ്പയും ഇതുവരെ റെഡി ആയിട്ടില്ല. എനിക്കാണ് യൂഷ്വലി കൂടുതൽ സമയം എടുക്കാറ് റെഡി ആവാനായിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫാസ്റ്റ് ആക്കിയൊക്കെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് റെഡിയായി. ഞാൻ പ്രത്യേകിച്ച് വല്ലാണ്ടൊന്നും പാക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ അജണ്ടിയിലുള്ള കാരണം അവളുടെ നടക്കാൻ ഞാൻ ഒന്നും അധികമൊന്നും പാക്ക് ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്യുക, അതുപോലെ ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെയാണ്. നമ്മളെ കൂടെ അങ്ങനെ ആദ്യമോനും വരുന്നുണ്ട്. അവൻ എൻ്റെ മൂത്തമ്മാൻ്റെ മോനാണ്. അപ്പോൾ അവനങ്ങനെ അവൻ്റെ ഉമ്മാനായിട്ട് രാവിലെ മുടി വെട്ടാൻ വേണ്ടി പോയൊക്കെയായിരുന്നു. അപ്പോൾ അവനെ ഓൺ ദ വേ ഞങ്ങൾ പിക്ക് ചെയ്തു. കാരണം അവന് അജുവിൻ്റെ അവിടേക്ക് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഞാൻ കാറിലിരുന്ന് കുറേ നേരം ഉറങ്ങി, കുറേ ഫോൺ നോക്കിയിരുന്നു. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാണ്ടായപ്പോൾ വെറുതെ പുറത്ത് നോക്കിയിരുന്നു. അങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മളങ്ങനെ കോഴിക്കോട് എത്തി. നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി കാണും. അങ്ങനെ അജു അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ജാത്തറിലോട്ട് പോയി അവിടെ നിന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ ഫുള്ളി ബുക്കഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. നമ്മളങ്ങനെ നേരെ അവിടെ നിന്ന് പാരഗണിലോട്ട് പോയി. അവിടെ നിന്ന് അങ്ങനെ നമ്മളങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. മെയിൻ കോഴ്സിലോട്ട് തന്നെയാണ് പോയത്. കുഞ്ഞിക്കോഴി പൊരിച്ചത് എൻ്റെ അവിടുത്തെ ഫേവറേറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ SM സ്ട്രീറ്റിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. അത് നോമ്പൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ രാത്രി നല്ല രസമാണല്ലോ, അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാമെന്ന്. അങ്ങനെ നമ്മൾ 2-3 കടകളിലൊക്കെ ആദ്യം കയറി. ഞാൻ ആദ്യം ട്രഡീഷണൽ വെയർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ വേറൊരു ഷോപ്പിലോട്ട് പോയപ്പോൾ നല്ല വെസ്റ്റേൺ വെയർസ് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് SM സ്ട്രീറ്റിൽ തന്നെ കഷ്കിലോട്ട് പോയി. കാരണം കഷ്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആവശ്യമുള്ള അതുപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടലുണ്ട്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ടോപ്പൊക്കെ എടുത്തു. പിന്നെ ചെരുപ്പ് കടയിലൊക്കെ ഒന്ന് പോയാലോന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തീരെ വയ്യാതെയായി. ഞങ്ങൾ നേരെ അങ്ങനെ വീട്ടിലോട്ട് പോന്നു. അളിയനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അളിയൻ നേരെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ ആകെ ടയേർഡായിരുന്നു. കാരണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി പക്ഷേ ഇതും കൊണ്ടൊന്നും ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ തീർന്നിട്ടില്ല എന്നത് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഇനി നാളെയും വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ പോകണം.